ഫ്ലെക്സ്. ആ കുട്ടാ, എന്തായി നമ്മളെ ഫ്ലെക്സ്? നാളെ കിട്ടണം. തമാശ കളിക്കരുത്. ഇവിടെ തിരക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നിന്റെ തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നീ തരുമെന്നുള്ളതുകൊണ്ടാണ്. പറ്റുമെങ്കിൽ ഇപ്പോൾ പറയണം. നാളെ 3 മണിക്ക് കിട്ടണം. പിന്നെ മാറ്റർ ഞാൻ വാട്സാപ്പിൽ അയച്ചു തന്നിരിക്കുന്നത് വള്ളി പുള്ളി തെറ്റാതെ കൃത്യമായിട്ട് ആ മാറ്റർ വരണം. പിന്നെ നെയ്മറിൻ്റെ സെൻറ്ററിൽ നെയ്മറിൻ്റെ തല മുഖം. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, റൊണാൾഡോയുടെ ഒരു പടം കൂടെ വെച്ചോ. എൻ്റെ അനിയൻ റൊണാൾഡിൻ്റെ അല്ലടാ, റൊണാൾഡീനോ. റൊണാൾഡോയുടെയും മുട്ട ക്രിസ്ത്യാനോ. നീ ഏത് നൂറ്റാണ്ടിടാ ജീവിക്കണത്? ബ്രസീലാണ് നമ്മൾ, മറക്കണ്ട. അതടിച്ച് സൈസ് അറിയാമല്ല, 50 എന്നുള്ളത് കുറച്ച് പക്ഷേ അല്ല, നമുക്ക് അവിടെ സ്ഥലം അത്രേ വരൂ. പൈസയൊക്കെ തരാടേ. ഞാനല്ലേ നിന്നെ, നീ ഇങ്ങനെ മരിക്കല്ലേ പൈസ പൈസ എന്ന് പറഞ്ഞ്. നീ ആദ്യം സാധനം നാളെ 3 മണിക്ക് താ. പൈസ പൈസ എന്ന് പറഞ്ഞ് മരിക്കണം. നമ്മളെന്താ കള്ളപ്പുള്ളികളാ? മഴ അങ്ങ് മാറിയപ്പോഴേ തുടങ്ങി. ഇതെന്താണ് പൈസ? ഇതെന്താ പൈസ? 1000 രൂപ തായേ. പിന്നെ നിനക്ക് തരാൻ വേണ്ടിയല്ല ഞാൻ കഷ്ടപ്പെട്ട് പിരിക്കണത്. പിരിച്ചതാ? നിങ്ങൾ നന്നാവൂല്ല ക്ലീറ്റോ, നിങ്ങൾ നന്നാവൂല്ല. ഇത്രയും നിങ്ങൾ ഈ വി ഹെൽപ്പ് എന്ന് പറഞ്ഞത് തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ? ഈ ബക്കറ്റ് വീരും കൊണ്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് പിന്നെ തുടങ്ങി ബക്കറ്റ് കൊടുത്തുകൊണ്ട് പിരിക്കാൻ. ഇത് ബക്കറ്റ് പിരിവല്ല. നീ ഈ ലോകത്ത് വല്ലതാണോ ജീവിക്കണേ? ഞാൻ ഈ ലോകത്താ ജീവിക്കുന്നത്, നിങ്ങൾ ഈ ലോകത്തല്ല. അതാ അതിന്റെ കുഴപ്പം. എന്താ നിനക്കിപ്പോ എന്താണ് പ്രശ്നം? നിങ്ങൾ എന്തിനാ നീ നാട്ടുകാരുടെ ഇന്ന് പൈസ പിടിച്ചിട്ട് ഇനി നാട്ടുകാർ ഇവിടെ വരും? ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന കാര്യം വല്ലതും നീ അറിഞ്ഞോ? അറിയാം, പന്തളിയല്ലേ? പന്ത് കളി എടി, വേൾഡ് കപ്പ് ഫുട്ബോൾ. നെയ്മറൊക്കെയാണ് വന്ന് കളിക്കാൻ പോണത്. നെയ്മറിന് കൊടുക്കാനേ ഇപ്പൊ ഈ പൈസ? എന്റെ കർത്താവേ, നിന്നെ ഞാൻ എന്തോ ചെയ്യട്ടെ. മെമ്പറാണ് നെയ്മർ. പിന്നെ ഈ പൈസ കിട്ടിയിട്ടല്ലേ അയക്കും നിന്നെ. എടി, ഇത് അവിടെ ഒരു ഫ്ലെക്സ് വെക്കാൻ ഞങ്ങൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു ഫ്ലെക്സ് വെക്കാൻ പോണ്. അവിടെ നിന്റെ ആംഗ്ലേയും ടീമൊക്കെ അർജന്റീനയ്ക്ക് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത് 40 അടിയാണ്. ഞങ്ങൾ 50 അടി അതിനേക്കാൾ വലിയൊരു ഫ്ലെക്സ് വെക്കാൻ പോവുകയാണ്. അത് വെച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ടീമിനെ. എന്തി പറയണേ? ഇലക്ഷൻ വരുമ്പോൾ നിന്റെ എല്ലാം പടം വെച്ചിട്ട് ഇവിടെ പ്രോത്സാഹിപ്പിക്കൂലേ? അപ്പോൾ വോട്ട് പിടിക്കാൻ നിനക്കൊരു ഇത് വരൂലേ? അതുപോലെ തന്നെയാണ് ഇത് കളിക്കാർക്ക് ഒരു പ്രോത്സാഹനം, ഒരു ഊർജം. ഇതൊക്കെ ആരോട് പറഞ്ഞേ? നെയ്മർ കൊടുക്കാൻ പിരിക്കണോ? എന്റെ കർത്താവ്, എവിടെ എന്നെ ഇതൊക്കെ എവിടെയെങ്കിലും ചെന്നിരുന്ന് പറയുമെന്തോ. ഇങ്ങനൊരു ദുരന്തം. എന്താ ഷാനിത്? അവിടെ വന്ന് പറഞ്ഞോ? തൂണളക്കി മാറ്റാൻ പറഞ്ഞോ? ഞാൻ വരാതെ ഒരു തൂണ് പോലും പിഴരുത്. ഇത് എനിക്ക് മനസ്സിലായി. ഇത് ക്രിമിയടി. ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് ബാക്കി തീരുമാനം എടുക്കാം. തുടങ്ങി നിന്റെ ആങ്ങളക്ക് ക്രിമിയടി തുടങ്ങി. എന്താ കാര്യം? ഞാൻ അവനോട് പറയാം, നീ മാറ്. മനുഷ്യൻ ഒതുങ്ങുമ്പോടാ പോലീസാരാ എന്തൊരു കുന്തിന് നീ ചുമ്മാ കാര്യം. ഞാൻ അവനോട് പറഞ്ഞോളാം. ലില്ലിമോളെ പുറകേക്കണ കരിയപ്പലെന്ന് കുറച്ച് അരച്ചവന്റെ അണ്ണാക്കിൽ ഉരുട്ടിക്കൊടു. ക്രിമിയടി മാറട്ടെ. ഞാനിപ്പോ അന്തസ്സായിട്ട് ജീവിക്കാണ് മര്യാദക്ക്. ഡേയ്, നിനക്ക് ചൊറിച്ചിൽ കൂടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. മറ്റേ കുപ്പിയൊക്കെ കഴിയണ ബ്രഷ് ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് ഉരക്കി കേട്ടാ. നീ എന്നെ ചൊറിയാൻ വരില്ലേ കനക? എന്താ പ്രശ്നം? നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? കാര്യം പറ. എടാ, നിങ്ങൾ വെച്ചതിനേക്കാളും വലിയ ഫ്ലെക്സ് ഞങ്ങൾ വെക്കണമെന്ന് അറിഞ്ഞ ഉടനെ നീ അവിടെ പോയി ആ ഫ്ലെക്സ് വെച്ചാൽ അവിടെ മറയും, അപകടം ഉണ്ടാവും പറഞ്ഞ് നീ നമുക്ക് പണിയാൻ നോക്കണം അല്ലേ? എടാ, അത് 3 കൂടിയ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഇത്രയും വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അപകടമാണത്. നാളെ ഒരു അപകടം ഉണ്ടായി ഞങ്ങൾക്കാണ് പ്രശ്നം. ആ വളവ് നീ ഇപ്പോഴേ കണ്ടോളാം. 3 കൂടി ജംഗ്ഷൻ നീ ഇപ്പോഴേ കണ്ടോളാം. ഈ ഇലക്ഷൻ സമയത്ത് എന്തോരം ഫ്ലെക്സ് അവിടെ വെച്ചിരുന്നു, നീ അപ്പോഴൊന്നും കണ്ടില്ലേടാ? ഡേ കനക, നീ ഇത് എന്റെ അടുത്ത് കളിക്കരുതേ. നീ അവിടെ തൂണ് മാറ്റാനൊക്കെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ഒരു പുല്ലും അവിടെ നിന്ന് മാറ്റൂല. നിങ്ങൾ അവിടെ വെച്ചേക്കുന്ന കാലെടുത്ത് മാറ്റണം. എന്തോ
നിങ്ങൾ അവിടെ നാട്ടിലിരിക്കുന്ന കാലെടുത്ത് മാറ്റണം. ഞങ്ങള് വെച്ച കാലേ വെച്ചെടുത്തൊന്നും മാറ്റൂല, അത് മുന്നോട്ടേ പോവുള്ളൂ. നീ അങ്ങനെ വിചാരിക്കണ്ട. എടാ നീ ഞാനത് വളരെ സീരിയസ് ആയിട്ട് നിയമത്തിന്റെ വശത്തിന് സംസാരിക്കുന്നത്, അളിയനായിട്ട് പറയുന്നതല്ല. നീ എന്നെ നിയമം പഠിപ്പിക്കല്ലേ? എടാ അതിപ്പോ അർജന്റീനയുടെ വലിയ ഫ്ലെക്സ് കൊണ്ട് ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല അവിടെ വെക്കാൻ. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് വെച്ചല്ലോ, ഞങ്ങൾ അതിനെക്കാളും വലിയ 50 അടിയുടെ ഫ്ലെക്സ് ആണ് ഞങ്ങൾ വെക്കുന്നത്. അതാണ് പ്രശ്നം. ഈ 50 അടി കൊണ്ട് വെച്ചാൽ അവിടെ താങ്ങോ? കാറ്റടിച്ച് താഴെ വീണ ആൾക്കാർക്ക് അപകടം ഉണ്ടായി. ഞങ്ങളാണ് പറയേണ്ടത്. നീ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളെ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് വളവിലാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വണ്ടി ഒന്നും ഒരു പുല്ലും കാണാൻ. നീ എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് വലിച്ചു? വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കട്ടെ, അലപ്പ് തീരൂല. നിയമം എന്റെ എല്ലാ നിയമവും ഒരുപോലെ ആവണം, അല്ലാതെ ഒരാൾക്ക് ഒരു നിയമം വേറൊരാൾക്ക് വേറെ നിയമം, അത് വേണ്ട. ക്ലീറ്റ് മര്യാദക്കാണ് പറഞ്ഞത്. അവിടെ ഫ്ലെക്സ് വെക്കാൻ പറ്റില്ല. അത്രയും വലിയ ഫ്ലെക്സ് അവിടെ കൊണ്ട് വെച്ചാ ഞാൻ എടുത്ത് മാറ്റും. എന്നാ വളരെ ബഹുമാനത്തോടു കൂടി പറയാണ്, ഞങ്ങൾ ഫ്ലെക്സ് വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ ഫ്ലെക്സ് വെച്ചിരിക്കും. അത് തടയാൻ വന്ന നിന്റെയൊക്കെ അർജന്റീനയിലെ ഫ്ലെക്സിൽ മെസ്സിയുടെ തല കാണൂല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ നാട്ടിലെ നിയമപാലകനാണ് പറയുന്നത് കനകൻ, സബ് ഇൻസ്പെക്ടർ കനകനാണ് പറയുന്നത്, നിയമം ലംഘിച്ചുകൊണ്ട് നീ ആ ഫ്ലെക്സ് അവിടെ വെച്ചാ ഞാൻ എടുത്ത് മാറ്റും. എന്നാ എനിക്ക് പറയാനുള്ള കൂടെ കേട്ടോ. എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എന്നാ നിങ്ങൾ കേട്ടോ, വേറെ പണിയില്ല. എന്നാ നാട്ടുകാർ കേട്ടോ, ഞങ്ങൾ അവിടെ ഫ്ലെക്സ് വെക്കും. ഞങ്ങൾ ബ്രസീലിന്റെ ഫ്ലെക്സ് അവിടെ വെക്കും. കേട്ടോ, എല്ലാരും കേട്ടോ. ഇന്നത്തെ കളി സൂപ്പർ ആയിരുന്നു. ഓ പൊളിച്ചില്ലേ? എന്തൊരു ആവേശമായിരുന്നു. പൊളിയെന്ന് വെച്ചാലുണ്ടോ സാർ, സത്യം പറഞ്ഞാല് പാർലക്കോട്ടിൽ പഠിപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ടീമുണ്ട്, ടീച്ചേഴ്സിന്റെ ടീം, കുട്ടികളുടെ ടീം. ഞങ്ങൾ ഡെയിലി കളിയാണ്. അത് കഴിഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കും നമ്മൾ, അധ്യാപന സാറന്മാര്, ഒരു കുട്ടികളും. പിന്നെ ഇല്ല. എന്തായാലും ഇന്നത്തെ കളിയിൽ ആവേശം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാത്ത ഭയങ്കരമായ ഒരു ആവേശം. നമ്മുടെ ആൾക്കാർ അടിച്ച് കേട്ടപ്പോ നമ്മൾ കൂടെ കളിക്കണ്ടേ? ഞാൻ ലേറ്റന്നെ പോണത്. ഇവിടെ വരെ കളിയാക്കും, പക്ഷെ ഞാൻ കാര്യമാക്കൂല. അതൊക്കെ ഒരു തരിച്ചു പോയി. സാർ ഇങ്ങനെ ഒരു ആവേശകരമായ ഒരു കാണിച്ചത്. സാറ് 4 വർഷത്തിൽ ഒരിക്കൽ വരുന്ന സാധനമാണ്. ഇപ്പൊ നമ്മൾ ആഘോഷിച്ചില്ല, പിന്നെ എപ്പോ ആഘോഷിക്കാനാണ്? പിന്നല്ല നമ്മളത്, ഞാനിപ്പോഴും നമ്മളിങ്ങനെ യൂണിഫോം ഇട്ട് പോകുമ്പോഴേ പിള്ളേർ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കണപ്പോൾ ഇങ്ങനെ കയറി വരും. പക്ഷെ നമുക്ക് തിരക്കും കാര്യങ്ങളും കൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ എല്ലാം അങ്ങ് മറന്നു. സാർ മറക്കണ്ട, നാളെ രാവിലെ. ഓക്കെ സാർ ചായ കുടിക്കണോ? ചായ കുടിക്കല്ലേ, എനിക്ക് ടൈമായി. ശരി സാർ. ഓക്കെ. ലില്ലി, ഒരു ചായ. എന്നാലും ഈ ഫ്ലെക്സിന് ഇവിടെ നിന്ന് ഊരി മാറ്റണമെന്ന് ആരും വിചാരിക്കണ്ട, നടക്കൂല. ഇതാ കിട്ടി. ഇതാ കവറിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്തോന്നടേ ഇതൊക്കെ നല്ല വലിച്ചു കെട്ടി ഇവിടെ ഫുള്ള് കെട്ടണമെന്ന് പറഞ്ഞല്ലേ, നീ ഒരു സൈഡ് ഒതുക്കിയെന്തിന്? ഏണിയില്ലാതെ ഞാൻ എങ്ങനെ എറിയും? ഞാൻ കസേരയിട്ട് തങ്ങഞ്ചേട്ടത്തിയുടെ പിടിച്ചിട്ടായത് മൊത്തം വലിച്ചു കെട്ടിയത്. നിനക്ക് ആരെങ്കിലും രണ്ടൊരു പൈസ ഞാൻ തരുമായിരുന്നല്ലോ. ഇപ്പൊ അത് ആദ്യമേ പറയണ്ടായിരുന്നു. പിന്നെ ഇതെവിടെ കെട്ടും? കേട്ടിനോടെ കെട്ടിയാലോ? ഇനി വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടേ ഇത് കഴിക്കാവും. പണിക്കുണ്ട് ഇതും കെട്ടിപ്പോ നല്ല ഞാൻ വേറെ കാണും. ചായ ലില്ലി, ഗ്ലാസ്സിലാണോ ചായ കുടിക്കുന്നത്? പിന്നെ എന്തിലാ കുടിക്കണത്? ചിരട്ട കപ്പിൽ. കപ്പ് അടിച്ചതിന് ശേഷം ഞങ്ങൾ കപ്പിലെ ചായ കുടിക്കൂ. കപ്പിലെടുത്തോണ്ടോ? ഏത് കപ്പ്? ഫസ്റ്റ് ലില്ലി, 2022 നമ്മൾ പുതിയ കപ്പ് വാങ്ങിയില്ലേ, സ്വർണ്ണം നിറമുള്ള കപ്പ്. ആ കപ്പിൽ ചായ തരൂ. കപ്പില്ല ചായ അവന്മാർ കുടിച്ചോളും. എന്ത് വട്ടത്തിലൊക്കെ പറഞ്ഞ ഒരു 5 കപ്പ് നമ്മൾ അടുക്കളയിൽ കാണണം. ആ 5 കപ്പിലും ചായ എടുത്തോണ്ടോ? അതെല്ലാം പഴയതാ. അവസാനം ഉണ്ടെങ്കിൽ 2002 ഇനിയിപ്പോ 6ാമത്തെ ഒരു കപ്പ് നമ്മൾ എവിടെ വെക്കും എന്നുള്ളതിനെ കുറിച്ച് എങ്ങും വെക്കാനില്ല. ഞങ്ങളെ കൊണ്ടുപോകും. പിന്നെ നിങ്ങളെ എടുത്തു. അപ്പോഴും ഞങ്ങളെ പിള്ളേര് വികലാംഗന്മാരാവണം നിങ്ങളെ കൊണ്ടുപോവാൻ. വികലാംഗന്മാരായിട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തത്? അതെ, ഒരു പ്രാവശ്യം ഇങ്ങനെ ചക്ക വീണ് മുയൽ ചത്തെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ചാവൂന്ന് വിചാരിക്കണ്ടേ. പാഷൻ ലെജൻഡ്, അതാണ് അർജന്റീന. ഈ വർഷം കാണാം, ഈ വർഷം നമുക്ക് കാണാം. അഹങ്കാരം. 5 കപ്പ്. ഫുട്ബോളിന്റെ ഇതിഹാസ നായകന്മാർ ആർക്കടാ? പിന്നെ മറഡോണ, മെസ്സി. ഞങ്ങളാ. ഞങ്ങൾ പിന്നെ ഞാൻ ഇരിക്കുന്നതാ എന്റെ മുത്ത്. ഈ പ്രാവശ്യം നീ നോക്കി എന്റെ മുത്തുക്കളെ. ഈ പ്രാവശ്യം എവിടെ തൂത്ത് വാരണം നമ്മള്.
കാണാനും കാണാടാ നമുക്ക്. പോടാ അവിടുന്ന്. പിന്നെ, ആ, എന്ത്? കളിച്ച് കയറണം അങ്ങോട്ട്. ആ. അന്തസ്സായിട്ട് കളിക്കണം. കളിക്കും ആ. പിള്ളേര് കളിച്ച് കാണിച്ചു തരും നീ. കളിച്ച് കാണിച്ചു തന്നാ മതി. നീ ഇവിടെ ഇങ്ങനെ വായിട്ട് അതിന്റെ അടുത്ത് അലയ്ക്കും പോലെ അല്ല. എടാ വായിട്ടരച്ച അല്ലല്ലോ. ആ. ഇപ്പൊ ഇരിക്കുന്ന കപ്പ് നമ്മളെ വീട്ടിൽ ഇരിക്കല്ലേ. ആയി. ആ. ഇവര് പ്രാപ്തായി. ഇതെന്താ കുട്ടി 5-ന് താഴെ 3 പേര്? 5-ന് താഴെയാ. ഇത് എത്ര നക്ഷത്രം ഉണ്ടെന്ന് എണ്ണടി. 1 2 3 4 5. 5 വേൾഡ് കപ്പാണ് സ്വന്തമാക്കിയത്. 5 കപ്പ്. പണ്ട് എന്റെ അപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറയില്ലേ, അതുപോലെ. ഉണ്ടല്ലോ. ഇപ്പൊ ഉണ്ടോ? ഇല്ലാത്ത ഇപ്പൊ ഉണ്ടോ? ഉണ്ടല്ലോ. എടാ, ഇപ്പൊ ഉണ്ടോ? ഇനി ഉണ്ടാവും. ഇല്ല. ആറാമത്തെ ഇനി ഉപ്പുപ്പാക്ക് ഒരു ഉണ്ടാകും. ആനയല്ല, ഒരു ആട് കൂടെ ഉണ്ടാവൂടാ. എടാ, ഇപ്പൊ ഉണ്ടാ? ഇപ്പൊ ഉണ്ടാ? കാണാം നമുക്ക്. ഇപ്പൊ ഉണ്ടാ? എല്ലാവർക്കും പന്ത് കളിക്കണേന് നിങ്ങൾക്ക് വല്ലോടത്തും കിടക്കുന്ന ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ അർജന്റീന പറഞ്ഞ നീ മാഡം ഒരു കാര്യം പറയാം. അർജന്റീന വല്ലത്. നീ ആ വല്ലവൻ എന്നൊക്കെ പറയണത് സൂക്ഷിച്ചു. ആ. അവനെ പറഞ്ഞോ. പക്ഷെ ഞങ്ങളെ പിള്ളേരെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. നിങ്ങളുടെ മെയ്മർ ഏതാ? ഞാൻ നെയ്മർ ഏതാ ഇതെല്ലാം നെയ്മറാണ്. അതുപോലെ അറിഞ്ഞൂടാ ആർക്കും. അറിഞ്ഞൂടാ. പക്ഷെ നോക്കണേ, മെസ്സി. മെസ്സി അതാരാണെന്ന് പറ. ഇതിനകത്തുണ്ടോ? മെസ്സി ആരാന്ന് ലില്ലിപ്പെണ്ണെന്ന് പറ. ആരാ മെസ്സി? മെസ്സി ആരാ? ഗോട്ട്. ഗോട്ടോ? ശ്ശൂ. ഒന്നും വേണ്ട. യോമാർ കപ്പെടുക്കുന്ന കാലത്ത് പെട്ടി ടി വി ആയിരുന്നു. LED ടിവിയിൽ കപ്പെടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ വർഷം 12K TV-യിൽ നീ കണ്ടോ? ഹൈ റെസൊല്യൂഷനിൽ ഞങ്ങൾ കപ്പടിക്കും. അർജന്റീന കപ്പ്. ആ എന്താ എനിക്ക് ജേഴ്സി വാങ്ങിച്ചാ മതി. നീ ഉണ്ടായിടാ അവിടെ. മക്കളെ വാ. നീ മക്കളെ വാ. മക്കളെ വാ. ഇവിടെ വന്നെടാ. മക്കൾക്ക് ഇടേണ്ട ജേഴ്സി അർജന്റീന. ഇങ്ങ് വാ. ഞാൻ നിന്റെ ആരടാ? ഡാഡി നീ എന്റെ മോൻ. അപ്പൊ നിനക്ക് ഞാൻ ബ്രസീലിന്റെ ജേഴ്സി മേടിച്ചു തരാം. അതാണ് നീ ഇടാൻ. ഇതാണ് നമ്മളെ മാമന്മാര് കേട്ടാ. നിനക്ക് ജേഴ്സി ഞാൻ മേടിച്ചു തരും. മക്കളെ മാമ ആരെന്നറിയാമോ? മെസ്സി. ആ. മാമേ കനക മാമ മെസ്സി. മെസ്സി. കനക മാമേ മെസ്സി. മെസ്സി. 500 എടുത്തോണ്ടി. അല്ലെ ഗൂഗിൾ പേ. ആണല്ലേ? യവനെ കൊണ്ടുപോയിട്ട് നമ്മളൊരു ജേഴ്സി മേടിച്ച് ഇട്ടിട്ടുണ്ട് വാ. പൈസ ഞാൻ ഗൂഗിൾ പേ ആയിട്ട് തരും. ബ്രസീൽ. എന്തിനാണ് ഇപ്പൊ ഇത് റൊണാൾഡോ ആ ഏപ്രിൽ അടിച്ചു മാറ്റി. അത് അതിനെ കൊള്ളൂ. ഇത് ഫൈനൽ കപ്പ് അടിക്കണവരെ ഇത് കെട്ടിക്കോളണം. അത് ഇതിപ്പോ കടയിൽ ഇതിൽ ഞാൻ നിനക്ക് തരാം. കടയിൽ പോലെ നിനക്ക് ഞാൻ പൈസ തരും. ഇതിപ്പോ മേടിച്ചോണ്ട് വന്നിട്ട് ഞാൻ കെട്ടിക്കോളാം. പിന്നെ ഒരു കാര്യം, ബ്രസീലിന്റെ ജേഴ്സി ഇല്ലാതെ ഈ പഠിക്കാത്ത കിടക്കരുത്. 510 രൂപ കഴിക്കും. അർജന്റീന ജേഴ്സി എന്റെ കൊച്ചിന് ഇട്ടിടക്കണം. ഡേയ്, അർജന്റീന ജേഴ്സിക്കുള്ളതും നിനക്ക് ബിരിയാണിക്കുള്ളതും അത് ഞാൻ അയക്കും. പോയി മേടിച്ചു 700 രൂപ. ഞാൻ ഒരു കാര്യം പറയാം. ആ ബ്രസീലിന്റെ ജേഴ്സി ഇല്ലാതെ ഇങ്ങോട്ട് വരരുത്. അർജന്റീന അർജന്റീനക്ക് ജേഴ്സി എല്ലാം അങ്ങ് പുറത്ത്, ഈ ഗേറ്റിന് പുറത്ത്. ഇവിടെ ഒള്ളി ബ്രസീൽ. ആ റൊണാൾഡോ അർജന്റീനയുടെ ജേഴ്സി ഇല്ലാതെ കാല് കുത്തിരുത്ത് ഇവിടെ. ഞാൻ പറഞ്ഞില്ല വേണ്ട. ബ്രസീൽ അർജന്റീന ബ്രസീൽ അർജന്റീന ബ്രസീൽ. വരൂലേ? ഇതെന്താ ഇത്ര ഭ്രാന്താണ്? നീ ഏതാ ടീം? നീ ഏതാ ടീം? ആ ചേച്ചി ഏതാ? ഓ എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കിടന്ന് കളിച്ചാൽ പോരെ? എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലെ സമാധാനം കളയാൻ വരുന്നത്? അപ്പൊ എൻ്റെ മോന് അർജന്റീനയുടെ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പോണവൻ. അവന് 2 പിള്ളേരുണ്ടല്ലോ, അതുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കട്ട്. എൻ്റെ മോൻ ഏതൊരെണ്ണമെന്ന് ഞാനാണ് തീരുമാനിക്കാനുള്ളത്. അവനെ ഇത് കഴിയൂല. ഇനി ഇത് കഴിയൂല. ഇത് വേൾഡ് കപ്പ് തീർന്നാലേ ഇത് കഴിയും. ഇത് എന്തൊരലപ്പാണ്! എത്ര നേരം തുടങ്ങിയിട്ട്. പിന്നല്ലാതെ അവനൊരു ബനിയൻ മേടിച്ചു കൊടുക്കണം ഓർത്ത് നിങ്ങൾക്ക് എന്നാന്നേ? എടി, ബനിയൻ എന്ന് പറയുന്നത് വെറും ബനിയനല്ല. അവൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ ബനിയനാണ്. അത് എൻ്റെ മോൻ ഇടണ്ട. അവൻ വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ട്. പിന്നെ എൻ്റെ അടുത്ത് അവൻ ഒരുപാട് മൂച്ച് കാണിച്ചോണ്ടല്ലോ. ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും ഞാൻ ബ്രസീലിന്റെ ബനിയൻ വാങ്ങിച്ചു കൊടുക്കും. അവന്റെ സ്റ്റേഷനിലെ SI-ക്കും അവന്റെ CI-ക്കും അവന്റെ എല്ലാ പോലീസുകാർക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. കളിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ബ്രസീലിനെ ജയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ കപ്പ് ഇവിടെ ഇങ്ങനെ ഇവിടെ കൊണ്ട് വെക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആണോ? മേടിച്ചിട്ട് പോലെ ഇവിടുത്തെ കപ്പൊക്കെ പൊട്ടിയിരിക്കുക. എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം അയ്യോ, കപ്പ് എന്ന് പറഞ്ഞാൽ ട്രോഫിയാന്നൊക്കെ എനിക്കറിയാം. അറിയാമോ? അറിയാം. അയ്യോ, അതെങ്കിലും അറിയാമല്ലോ. നെയ്മർക്ക് നീ പോ. ഫുട്ബോളിനെ കുറിച്ച് നെയ്മർ കളിക്കണ്ടെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ കുറെ നേരെ എന്റെ അടുത്ത് പറയണ്. അവന്മാർക്ക് കപ്പ് കിട്ടണതിന് മുമ്പ് ഞങ്ങൾക്ക് 3 കപ്പ് നമ്മളേലുണ്ട്. അപ്പോഴേ അവന്മാർ മറ്റേ ഈ കപ്പേ ഉള്ളു, ചായ കുടിക്കുന്ന കപ്പ്. എന്നിട്ട് അഹങ്കാരം പറയാണ്. കാലുപൊക്കി ഒരു ബോൾ കെട്ടാൻ അറിയാത്ത ആൾക്കാരാണ് നെയ്മറിനെ ജയിപ്പിക്കാൻ. ഇനി വാർന്ന കാലുപൊക്കി ഞാൻ പറഞ്ഞ തരും. നീ അങ്ങ് പോയി കിടക്കും പോസ്റ്റിനകത്ത്. ഫുട്ബോളിന്റെ ABCD അറിഞ്ഞൂടാ വാലപ്പ്. കർത്താവേ, ഈ പ്രാവശ്യം
ഞങ്ങളെ ബ്രസീൽ കപ്പടിച്ച കൊടുങ്ങാവള പള്ളിയിൽ ഞാൻ ഒരു 500 മെഴുകുതിരി കത്തിച്ചേക്കാം. കഷ്ടമാണ് ഏട്ടാ, കഷ്ടം. ഏട്ടന് എത്ര വയസ്സുണ്ട്? ആ വയസ്സിനൊന്നും മാനിക്കണ്ടേ ഏട്ടൻ? വെറുതെ ഫുട്ബോൾ എന്നും പറഞ്ഞോണ്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പിനെ പോലെ കടിച്ചു കയറാൻ നിൽക്കുവാണ്. വയസ്സൊരു പ്രശ്നമാണടി. ഫുട്ബോൾ കളിക്ക് വയസ്സൊരു പ്രശ്നമാണ്. ആപാലപ്പെടുത്ത ജനങ്ങൾ ഇതാ തെരുവിലിറങ്ങി കളിക്കുകയാണ്. അവരുടെ കാൽപന്ത് എന്ന് പറഞ്ഞ ഒരു സ്വപ്നമാണ്, ജ്വരമാണ്, അവരുടെ ആവേശമാണ്. ഏട്ടൻ ഇങ്ങനെ മുറ്റത്ത് കിടന്ന് ഒച്ചിടുമ്പോഴേ ഏട്ടൻ ഏട്ടന്റെ പൊസിഷനും കൂടെ ആലോചിക്കണം. ഏട്ടൻ SI ആണ്, SI. എന്റെ ലില്ലി, എടി ഒന്നുമില്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഞാൻ ഇറങ്ങി പോണ സമയത്ത് നീ എന്റെ കൂടെ വരണം. അപ്പൊ തന്നെ കാണാൻ പറ്റും. റോഡ് മുഴുവൻ വഴിയിലൊക്കെ കാണാൻ വലിയ LED വാളിൽ ഇങ്ങനെ ഫുട്ബോൾ കളി ഇങ്ങനെ നടക്കുന്നത്. ഈ ആ വഴുതക്കാട് വെച്ചൊക്കെ ആരെന്നറിയാമോ? പോലീസ് കോട്ടേഴ്സിന്റെ ഫ്രണ്ടില് SP റാങ്കുള്ളവരെ സംഘടിപ്പിച്ചേക്കണത്. ഞാൻ പോയി കാണണോ അത്? അല്ല, അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് ഈ SI എന്നൊക്കെ പറഞ്ഞ ചീള അതിന്റെ പോയിച്ചിട്ട് അറിയാമോ? ഞാൻ പറയണത് ഈ വഴക്ക് നിർത്തിക്കോ രണ്ടുപേരും തമ്മില്. വഴക്ക് എന്താ കാര്യം? എന്തിനാ വഴക്കിപ്പോ? എടി, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കപ്പടിച്ചപ്പോ മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണത്. ആര്? നമ്മളാ? അർജന്റീന. ഇനി ഞാനും ഏട്ടന്റെ കൂടെയാണെന്ന് ആര് പറഞ്ഞു? നീ അർജന്റീന അല്ലേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആര് ഈ പ്രാവശ്യം ജയിക്കും അവരുടെ കൂടെ ഞാൻ നിൽക്കും. അർജന്റീന. അർജന്റീന. സ്നേഹമുള്ളതുകൊണ്ട് ഒരു കാര്യം പറയും, ഈ വീട്ടിൽ വഴക്കില്ലാതിരിക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. തക്കടു ക്ലീറ്റോ ചേട്ടന്റെ മോനാണ്. എന്റെ പെങ്ങളെ മോനല്ലേ? എന്നാലും ക്ലീറ്റോ ചേട്ടന്റെ മോനല്ലേ? അപ്പൊ അവൻ ഇഷ്ടമുള്ളത് വാങ്ങിച്ചുകൊണ്ട് വരും, അത് ഇടുകയും ചെയ്യും. എടി, അവൻ ഏറ്റവും ഇഷ്ടമുള്ള ടീം ആരാണ്? അർജന്റീന. ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരാണ് മെസ്സി. മെസ്സിയുടെ ജേഴ്സി മണിഞ്ഞ് അവൻ വരും. ഇല്ലെങ്കിൽ രണ്ടളിയന്മാർ ഒരുത്തം പുറത്താ, റൊണാൾഡോ. അച്ചാച്ചൻ എന്ത് ചെയ്യുന്നു? അവനല്ലേ ജേഴ്സി പിടിക്കാൻ പോയിരിക്കുന്നത്. ഇതെങ്ങതാ? അർജന്റീന. ഇതെന്ത് ഭ്രാന്താന്ന് നോക്കണേ. അർജന്റീന. എന്റെ തക്കടു, നിന്റെ മാമനും ഡാഡിയുടെ അവിടെ കിടന്ന് ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ചപ്പോഴേ നിനക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ജേഴ്സി ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നിനക്ക് വേണം എന്റെ അടുത്തോളം ഞാനൊന്നും മേടിച്ചോണ്ട് തരത്തില്ലായിരുന്നു. ഞാൻ കണ്ട ഇങ്ങനെയല്ലേ നടക്കുന്നു. അല്ല, മാമനും ഡാഡിയും കൂടി തർക്കിച്ചപ്പോ റൊണാൾഡോ അവൻ എന്താ തർക്കിക്കാത്ത? റൊണാൾഡോ അവൻ എന്ത് ടീമില്ലേ? എനിക്ക് ടീമില്ലേന്ന് ചോദിച്ചാലേ അവര് തമ്മിൽ തർക്കിച്ചെന്ന് പറഞ്ഞാൽ ഇതുവരെ കപ്പ് അടിച്ച ടീമാണ്. പക്ഷെ എന്റെ ടീം എന്ന് പറയുന്നത് ഇനി കപ്പ് അടിക്കാൻ പോകുന്ന ടീമാണ്. അതേ ടീം. അല്ല, അപ്പൊ ജേഴ്സിയിൽ ആരും എന്ത് ചെയ്യും? ഓ, അങ്ങനൊരു കാര്യം ഉണ്ടല്ലേ. ഇത്രയും നാളും മീശയും പിരിച്ച് എല്ലാരും ഉപദേശിച്ച് നടന്ന മനുഷ്യനാ ഇപ്പൊ ഒരു പന്തും തട്ടി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. എന്തു ഏട്ടാ ഇത്? നിനക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നെഞ്ചുവേദന വന്ന് ചത്തേനെ. രാത്രി 2 മണിയപ്പോ ഓലി ഇട്ടോണ്ട് പെരക്കി ചുറ്റും കിടന്ന് ഓടുന്നു. എന്തുറ്റി? അവരുടെ ടീം ഗോൾ അടിച്ചെന്ന്. എങ്ങനെ ഇരിക്കുന്നു? രണ്ടിനും ഇല്ലേ അതികുന്തം. ഇപ്പൊ ആ കൊച്ചിന്റെ ജേഴ്സിക്ക് വേണ്ടിട്ടാണ് ഈ കിടന്ന് പരാക്രമണം കാണിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എത്ര വയസ്സുണ്ട്? തലയാട്ടണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ ഒരു ദിവസം ഏട്ടന്റെ ജേഴ്സി ഇടട്ടെ, പിറ്റേ ദിവസം ക്ലീറ്റോ ചേട്ടന്റെ ജേഴ്സി ഇടട്ടെ. ആയിക്കോട്ടെ, പക്ഷെ ഫസ്റ്റിലെ എന്റെ ജയിക്കാൻ പോണത് ആദ്യം എന്റെ മോനാണ്. ഓ, എന്റെ മോനാണ്. എന്റെ ശേഷക്കാരനാണ്. അതൊക്കെ ശേഷം അച്ഛനാണ് പറയണത്. മാമനാണ് പറയുന്നത്. മാമനാണ്. പോവൂല. പോണ എങ്ങനെ? അവൻ ഇട്ടോട്ടെ, ഒരു ദിവസം മാറി മാറിട്ടെ, പക്ഷെ ഫസ്റ്റിലെ എന്റെ അവൻ ഇട്ടോട്ടെ. ജയിക്കുന്ന ടീമിന് ഇടണ്ടേ? എന്തിനടി തോക്കുന്ന ടീമിന് ഇടുന്നത്? മതി, നിർത്ത്. അവസാനം ഇട്ടിട്ട് അവൻ അബദ്ധം പറ്റിയെന്ന് തോന്നണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രസീലിന് ഇടണ്ട, അർജന്റീനയുടെ മോനെ എന്ന് പറയുന്നത്. ഇറങ്ങി പോകും വല്ല വഴിക്കും മിണ്ടാതിരുന്നില്ലെങ്കിൽ. ഫുട്ബോളിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത
ഇത് രണ്ടും അല്ലല്ലോ ഇത്. ഇതെന്താടാ ഈ ജേഴ്സി? അച്ചമ്പി, ഞാൻ കടയിൽ ചെന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടപ്പെട്ട ജേഴ്സി ഏതാ വെച്ചാൽ നീ തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അവൻ തെരഞ്ഞെടുത്തേത്. എനിക്ക് ആ കടയിൽ പോയപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ജേഴ്സി ഇന്ത്യയുടെ ജേഴ്സിയാ. ഐ ലവ് ഇന്ത്യ.